ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സാധാരണത്തെ എല്ലാ വീഡിയോനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതൊരു വ്ളോഗായിട്ടാണ് അപ്ലോഡ് ആക്കാൻ വിചാരിച്ച്. എത്രയൊക്കെ വെറൈറ്റി വ്ളോഗ് ആണെങ്കിലും എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ സ്റ്റഡി റൂട്ടീൻ വന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പഠിക്കാൻ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഇന്ന് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വ്ളോഗാക്കിയിട്ട് എടുക്കാൻ വിചാരിച്ച്. അങ്ങനെ ആകുമ്പോൾ കുറച്ചും പഠിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇന്നാണെങ്കിൽ വീഡിയോ എടുക്കുന്ന വീഡിയോ ആണെങ്കിലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മോളൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഒരു ഫുൾ വ്ളോഗായിട്ട് തന്നെ എടുക്കാൻ വിചാരിച്ച്. ടേബിളിൻ്റെ പൊസിഷൻ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിൻഡോൻ്റെ സൈഡൊക്കെയായിട്ട് ടേബിൾ ഇട്ടു. അതുകൊണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം നല്ലോണം സൺലൈറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോക്കൊക്കെ കുറച്ച് ബ്രൈറ്റ്നസ് കൂടിയ പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നു. ടേബിൾ കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ പഠിത്തത്തിനുള്ള കോൺസെൻട്രേഷനൊക്കെ പോവും. പിന്നെ ഫുൾ ഇതിമൊക്കെ ആവും. അതുകൊണ്ട് കുറച്ചും കൂടി ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പൂച്ചകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത കുറച്ച് പൂച്ചകളുണ്ട്. കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മിസ്സായി പോയതൊക്കെ ആയ കുറേ പൂച്ചകളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാനത് ജേർണലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാണ്. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമായിരുന്നു ടാബിളും ഒരു പ്ലാന്റൊക്കെ വെക്കണം എന്നുള്ളത്. അങ്ങനെ ഇപ്പോഴാണ് ഫൈനലി ഇത് നടന്നത്. പിന്നെ ഞാൻ കറൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് ബ്ലാക്ക് ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ബുക്ക് കുറേ മുമ്പ് വായിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ സ്റ്റോറി ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഒന്നും കൂടി വായിച്ചു വെക്കാൻ വിചാരിച്ചിട്ട്. റീഡിങ് ഒരു ഹാബിറ്റാക്കി കൊണ്ടുനടക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല, ഇതുവരെ നടന്നിട്ടില്ല. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൺലൈറ്റൊക്കെ ബുക്കൊക്കെ ഇങ്ങനെ വരുമ്പം എന്തോ കുറച്ചും കൂടിയും വായിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ബുക്കൊക്കെ വായിച്ചിരുന്നു. വായിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിൻഡോ ക്ലോസ് ചെയ്തപ്പോഴാണ് ആ ഒരു സൈഡിൽ വെച്ചിരുന്ന പ്ലാന്റുമൊക്കെ റെയിൻബോ വരുന്നത് കണ്ടത്. അങ്ങനെ അപ്പം തന്നെ അതൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പം എൻ്റെ ഉമ്മ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സേമിയ വെച്ചിട്ട്. അപ്പം അതിൻ്റെ ഡെക്കറേഷൻ ഞാൻ ഏറ്റെടുത്തു. കുറച്ച് ക്യാഷ്യൂനട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ പാല് വെച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് സെറ്റായിട്ട് കഴിച്ചപ്പം. ആ ഒരു പാലിൻ്റെ സാധനമൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കേക്ക്, പുഡിങ് അങ്ങനത്തെ ഒക്കെ ഞാൻ വലിയൊരു ഫാനാണ് അതിൻ്റെ. പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എപ്പോഴും ഫ്ലോപ്പാവും. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുഡിങ്ങൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ പോയി കുളിച്ച് ഫ്രഷായി വന്നു. കാരണം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു നമ്മുടെ കസിൻ്റെ. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പാർട്ടി മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് ചെറിയ രീതിക്ക് ലൈറ്റായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ മേക്കപ്പ് ചെയ്യാനും അറിയില്ല. ആകെ അറിയണത് ലിപ്സ്റ്റിക്കും ഐലൈനറൊക്കെ ഇടാൻ അറിയാം. പക്ഷേ വേറെ ബേസിക് ആയിട്ടൊന്നും ചെയ്യാനറിയില്ല. അറിയുന്ന പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു യെല്ലോ കളർ. പക്ഷേ ഈ വീഡിയോയിൽ വേറൊരു യെല്ലോ ആയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കളറല്ലായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ആ പുഡിങ് ഉണ്ടാക്കിയിരുന്നല്ലോ, അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉമ്മയും കൂടെ അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. ഉച്ചയ്ക്ക് നല്ലോണം ഫുഡ് കഴിച്ച് വന്നതുകൊണ്ട് തന്നെ നല്ലോണം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡുണ്ടായിരുന്നില്ല. അങ്ങനെ കണ്ട് കിടക്കുകയായിരുന്നു. പിന്നെ രാത്രിയാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് നേരം മാത്രമേ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇല്ല. എവിടെയും പോയി വന്നാൽ പിന്നെ എനിക്ക് പഠിക്കാനും ഒന്നിനും ഇഷ്ടമല്ല. ഞാൻ ഫുൾ കിടക്കായിരിക്കും. പക്ഷേ ഇതിനിടയിൽ കൂടെ ഞാനൊന്ന് സ്റ്റക്കാവുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര പഠിക്കാണ്ടെന്നുള്ള പേജൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആണ് കുറേ നോട്ട്സ് എനിക്കിന്നും പെൻഡിങ് ആണ്. ഇടയിലൊക്കെ പേജ് ഇങ്ങനെ വിട്ടെടുക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ എന്ന് കംപ്ലീറ്റ് ആക്കുമെന്ന് അറിയില്ല. മിക്കവാറും നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ട അന്നായിരിക്കും. പിന്നെ കുറച്ച് നേരം എനിക്ക് ഞാനങ്ങനെ ഒരു ഹാങ് ഔട്ടൊക്കെ വിട്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.